എനിവേ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. എല്ലാവരും പറയും ഓരോരുത്തരൊക്കെ വലിച്ചു നീട്ടുന്നു. അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നു എന്നിട്ട് ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പം ഇപ്പം മഴയൊക്കെ തുടങ്ങിയല്ലേ എല്ലായിടത്തും. അപ്പം അപ്പം കുറേ അപ്പമായി മഴയൊക്കെ തുടങ്ങിയല്ലോ. അപ്പം നമ്മൾ ഈ 2 months നമുക്കിപ്പം കേരളയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 months ഇപ്പം സമ്മർ സീസൺ ആയിരുന്നല്ലോ. അപ്പം ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മീൻസ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്, സൺസ്ക്രീൻ സമ്മർ സീസണിൽ മാത്രം യൂസ് ചെയ്യേണ്ട കാര്യമാണ്, അല്ലാത്തപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷേ നമ്മളത് ഇപ്പം ജൂണിലിപ്പം നമ്മൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ മഴക്കാലത്തും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഒരുപാട് പേര് ചിന്തിക്കും വെയിലില്ലല്ലോ, മഴയല്ലേ, പിന്നെ എന്തിനാ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനല്ല. മടി കാരണം ചിലപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഞാനും അതിലുണ്ട്, ഞാനും മടിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മഴക്കാലത്തായാലും വെയിലത്തായാലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം നല്ല UV റേസ് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഹാം ചെയ്യുന്നുണ്ട്. അതിപ്പം മഴയത്താണെങ്കിലും വെയിലത്താണെന്നുണ്ടെങ്കിലും UV റേസ് നമ്മുടെ സ്കിന്നിനെ ഹാം ചെയ്യും. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് രമണ, ഞാൻ യൂസ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പറയുകയാണെങ്കിൽ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നെന്നും പറയാം. പക്ഷേ ചില സമയത്ത് എൻ്റെ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നുമാണ്. അപ്പോൾ ഏതാണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ചില സൺസ്ക്രീൻസ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആക്നെ വന്നിട്ട് മീൻസ് സ്കിന്ന് ഫുള്ള് ഡാമേജായി മീൻസ് ഒരു ഫുൾ പിമ്പിൾസൊക്കെ വന്നിട്ട് ആകെ കുളമായി. പറയണ്ടല്ലോ, അനുഭവം ഉള്ളവർക്കറിയാം. അപ്പോൾ ഞാനിന്ന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ്. അതിൻ്റെ പേര് റിക്വൽ എന്നാണ് ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത്. എനിക്കതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത്, അതായത് ഞാൻ കുറേ സൺസ്ക്രീൻ പരീക്ഷിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഈ റിക്വൽ എന്ന് പറഞ്ഞ സൺസ്ക്രീൻ. ഓക്കെ, റിക്വൽ ഇത് ഓക്സിബെൻസോൺ ആൻഡ് OMC ഫ്രീ സൺസ്ക്രീനാണ്. ഓക്സിബെൻസോൺ എന്ന് പറയുമ്പം എനിക്കൊന്ന് നോർമൽ മിക്ക സൺസ്ക്രീൻസിൽ ഓക്സിബെൻസോൺ ഉള്ള സൺസ്ക്രീനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. OMC ഫ്രീ ചില സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. ഓക്സിബെൻസോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് മാത്രമല്ല, നമുക്ക് കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് പോയില്ലെങ്കിലും ഞാനത് അതുകൊണ്ടാണ് റിക്വൽ സെലക്ട് ചെയ്യാൻ കാരണം. മീൻസ് ഓക്സിബെൻസോൺ ആൻഡ് OMC ഫ്രീ ആണ്. OMC ഫ്രീ സൺസ്ക്രീൻസ് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പം ഇത് SPF50 PA++++, 3+ ഉള്ളേ, 3+ ഉള്ളൂ. 3+ വരുന്ന സൺസ്ക്രീനാണ്. ഇതിൽ വൈറ്റ് കാസ്റ്റ് ഇല്ല. പക്ഷേ എനിക്കിത് കുറച്ച് ബ്ലെൻഡ് ആവാൻ മറ്റുള്ള സൺസ്ക്രീനിൻ്റെ അത്രയും ടൈം എടുക്കത്തില്ല. പക്ഷേ ബ്ലെൻഡ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പിന്നെ പ്രിവെൻസ് ആക്നെ ബ്രേക്കൗട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാംസ് ഇറിറ്റേറ്റഡ് സ്കിന്ന്. പക്ഷേ നല്ല സൺസ്ക്രീനാണ് കേട്ടോ. എനിക്കിത് യൂസ് ചെയ്തിട്ട് ആക്നേസും വന്നില്ല, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞാൻ ചില ദിവസമൊക്കെ യൂസ് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. പക്ഷേ നല്ല മീൻസ് ആക്നേസ് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്യൂട്ടബിൾ ഫോർ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. സെൻസിറ്റീവ് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. പക്ഷേ അവർ മെൻഷൻ ചെയ്തിട്ടില്ല അതിൻ്റെ അകത്ത്. ഉണ്ടായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനായിരുന്നു. അപ്പം എൻ്റെ ഒരു നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് പേര് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് ഒരു സൺസ്ക്രീൻ തപ്പി നടക്കുന്നുണ്ട്. ഇത് ബെസ്റ്റ് ഒരു ബ്രാൻഡായിട്ടാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇതിനെപ്പറ്റി പറയുന്നത്. നിങ്ങൾ റിക്വൽ സൺസ്ക്രീൻ ജസ്റ്റ് യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിനകത്ത് ഒലിവ് ലീഫ് എക്സ്ട്രാക്റ്റ്, അലോവേര എക്സ്ട്രാക്റ്റ്, വൈറ്റമിൻ ഇ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വൈറ്റമിൻ ഇ ഇൻക്ലൂഡ് ആയിട്ടും എനിക്കിതുവരെ ആക്നേസിൻ്റെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. എനിക്ക് മിനിമലിസ്റ്റിൻ്റെ പിന്നെ വേറെ ഏതോ ബ്രാൻഡിൻ്റെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്കെന്തോ സ്യൂട്ടായില്ല, മുഖം ഫുൾ അലർജി പോലായി. അപ്പോൾ ഇതൊരു ബെസ്റ്റ് സൺസ്ക്രീനാണ് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന്. നിങ്ങളിത് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. ആദ്യം ജസ്റ്റ് ഒരു ചെറിയ പോർഷനിൽ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ചുമ ആർക്കെങ്കിലും പണി കിട്ടിയിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാനത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റിലോ പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിവ്യൂസ് പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല പറ്റിക്കഴിഞ്ഞാൽ എന്നെ വന്ന് കമൻസിൽ ചീത്ത പറയരുത്. പിന്നെ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. ഞാനിത് അങ്ങോട്ട് ബിഗിനറാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറയണം, ഞാനത് പതുക്കെ ബെറ്റർ ആക്കി കൊണ്ടുവരാം. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ, ടേക്ക് കെയർ ഓൾ.